എന്നാൽ പിന്നെ പോയാലോ. അപ്പം ഞാൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ സാൻ ഫ്രാൻസിസ്കോ തന്നെയാണ്. ഇത് ഹോം ബോട്ടാണ്. അപ്പോൾ ഹോം ബോട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഇന്നിവിടെ ഉള്ളത്. കുറച്ച് എന്താ പറയുക, കുറച്ച് മഞ്ഞ് മൂടി കിടക്കുന്ന ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ, ക്രിസ്മസ് വിശേഷങ്ങൾ, ഞാൻ മെയിനായിട്ട് ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ കാണിക്കുകയാണ്. ഇതിന് മുന്നേ വന്നപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങൾ കാണിക്കാനായിട്ടാണ് വന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ നേരെ പോയി ഓപ്പൺ ഡെക്കിൽ നോക്കാതെയാണ് ഇറങ്ങി വന്നത്. എന്തായാലും സാരമില്ല, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനിത് എന്തായാലും എനിക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് സാൻ ഫ്രാൻസിസ്കോയിൽ വന്നപ്പോഴത്തേക്കും ഇങ്ങനൊരു വ്യൂ കാണുന്നത്. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്തായാലും നോക്കാം. ക്ലൈമറ്റ് ഇതായതുകൊണ്ട് തന്നെ ഇത് ഇവിടുന്ന് ഫിഷർമാൻ മാർക്കറ്റിലോട്ട് പോകുന്ന ഒരു പാത്വേയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ തന്നെ റോഡിലൊക്കെ നോക്കിയാലും അറിയാം, ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആരും തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. ഈ ഒരു ക്ലൈമറ്റായി ആരും പുറത്തിറങ്ങില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാത്രമാണോ പുറത്തിറങ്ങിയത്? നോക്കാം, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ക്രിസ്മസ് ആയിട്ട് ഇവിടെ എന്തൊക്കെ ഇറ്റ് മീൻസ് US-ലൊക്കെ ക്രിസ്മസ് ടൈമിൽ അതിന് വൺ മന്ത് മുമ്പേ, ഇറ്റ് മീൻസ് ക്രിസ്മസിൻ്റെ ആ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നല്ല രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ക്രിസ്മസ് വേഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ സീ ലൈൻ ഉണ്ട് കേട്ടോ. സീ ലൈൻ ഉണ്ട്. പെയർ 32 ആണെന്ന് തോന്നുന്നു. ഞാൻ കൺഫേം ചെയ്തിട്ട് അങ്ങോട്ട് ചെന്നിട്ട് പറയാം. നമുക്ക് സീ ലൈനെയും കണ്ട് അങ്ങോട്ടേക്ക് പോകാം. ക്രിസ്മസിനായിട്ട് വലിയ ഒരുക്കങ്ങളൊന്നും ഇവിടെ തന്നെ കാണുന്നില്ല. ഞാനിവിടെ പുറത്തിറങ്ങിയത്. എന്നാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ അത്യാവശ്യം നല്ലൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ആ ക്രിസ്മസ് ട്രീയുടെ ഒരുക്കത്തിലായിരുന്നു. ട്രെയിനൊക്കെ വെച്ചാണ് കേട്ടോ ഇതാക്കിയത്. അത് ഞാനിതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒരുക്കി, അത്യാവശ്യം വലിയ ഒരു ട്രീ ആണ്. അത്യാവശ്യം നല്ലൊരു ട്രീ തന്നെയാണ് ഒരുക്കി വെച്ചേക്കുന്നത്. ഈ ഗിഫ്റ്റായിട്ട് വെച്ചേക്കുന്നതെല്ലാം അതിനകത്തൊന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിരിക്കുമെന്ന് എനിക്ക് അത്ര ഒരു ഉറപ്പില്ല കേട്ടോ. പിന്നെ ഈ പോകുന്നത് ഒരു മാർക്കറ്റാണ്. ഇവിടുത്തെ ഫുഡും ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു മാർക്കറ്റാണ്. കൂടുതലും ഫുഡിൻ്റെ സ്റ്റാളുകളാണ് ഉള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ, ക്ലൈമറ്റ് ഡിഫറെൻ്റ് എന്ന് ഞാൻ പറയുന്നത് വേറെ അല്ല, നോർമൽ ഒരു ക്ലൈമറ്റിൽ നിന്ന് മാറിയ ഒരു ഫോഗി ആയിട്ടുള്ള ക്ലൈമറ്റാണ് സാൻ ഫ്രാൻസിസ്കോയിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് വളരെയധികം കുറവാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് കോഫി ഷോപ്പുകളായാലും അല്ലാതെ ഡോണറ്റ്സ് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഡോണറ്റ്സിൻ്റെ ഇതിനെല്ലാം ഷോപ്പുകൾ കാണാൻ പറ്റും. ടോയ്സ് അങ്ങനെയെല്ലാം കിട്ടുന്ന ഷോപ്പുകളാണ് ഇവിടെ കൂടുതലും. ഇതിൻ്റെ എൻട്രൻസിനോട്ട് കയറുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അവിടെ ഒരു കാണാൻ പറ്റും ഒരുപാട് ഷോപ്സുകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതുപോലെ ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനത്തെ ഉള്ള പുറത്ത് നമ്മൾ എന്താ സന്ദർശകർ വന്ന് കാണുന്ന രീതിയിൽ, ഇതൊരു ടെർമിനൽ പോർട്ടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ആ പരിസരമായിട്ട് ആ ട്രീ എത്ര ഇതായിട്ട്. അതുമാത്രമല്ല, ഈ ട്രീയിൽ ലൈറ്റ് ഷോ ഉണ്ട്. ഈ ലൈറ്റ് ഷോ ഒരു 5 മണി ഈവനിങ് 5 മണി തൊട്ടാണ് തുടങ്ങുന്നത് ലൈറ്റ് ഷോ. അത് ഞാനിവിടെ തിരക്കിയപ്പോൾ അറിഞ്ഞായിരുന്നു. ഞാൻ മുന്നേ തന്നെ പറഞ്ഞില്ലേ, ഡോണറ്റ്സിൻ്റെ ആയാലും ചോക്ലേറ്റ് ഡോണറ്റ്സിൻ്റെ ആയാലും എൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഡോണറ്റ്സിൻ്റെ ഒരു ഷോപ്പാണിത്. ഡോണറ്റ്സ്, ചോക്ലേറ്റ്സുകൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഷോപ്പാണിത്. ഞാൻ ഒരുപാട് കയറുന്നില്ല, ജസ്റ്റ് ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം ചോക്ലേറ്റ്സൊക്കെ ഇരിക്കുന്നതും കാര്യങ്ങളും. ഒരുപാട് ഉള്ളിലോട്ട് കയറുന്നില്ല ഞാൻ. നല്ല രസമല്ലേ കാണാനായിട്ട് തന്നെ. ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ വെറൈറ്റി ചോക്ലേറ്റുകളുടെ പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്. ഇവിടെയൊക്കെ ഒരുപാടും അതുപോലുള്ള ചോക്ലേറ്റിൻ്റെ ഷോപ്പുകളൊക്കെ നമുക്ക് അല്ലാതെ തന്നെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ പിന്നെ ഈ കാണുന്നത് ഈ കുട്ടികൾ കളിക്കുന്ന പാർക്കിൻ്റെ ഒരിതാണ്. ഇപ്പം ഒരു ക്രിസ്മസ് വെക്കേഷൻ ടൈം ആയിട്ട് പോലും ഇവിടെ തിരക്ക് കുറവാണെങ്കിൽ അതൊരു ഫോഗി ക്ലൈമറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഈ ലോക്കിൻ്റെ വീഡിയോ ഇതിനു മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് കാണുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് ഇതുണ്ട് കേട്ടോ ഇവിടെ. ഇതിനകത്ത് കാണാൻ സാധിക്കും നമുക്ക്. അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നില്ല, ഈ എൻ്റെ പുറകിൽ കാണുന്നില്ല, ആ ഒരു ഏരിയ ഇല്ലേ അവിടെ കാണുന്ന അങ്ങോട്ടേക്കാണ്
കൂടുതലായിട്ടും ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്കുള്ള ടൂറ് പോകുന്നത് ഈ നമ്മൾ ഈ ഇത് കാണാൻ പോകുന്ന സ്ഥലത്താണെങ്കിൽ അതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. എന്ന് വെച്ചാൽ സീ ലൈൻ ഉള്ള ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടേക്ക് എൻട്രൻസ് ഉള്ള വെസൽസ് മസ്റ്റ് ബി റിപ്പോർട്ട് ചെയ്യണം. അത് അവിടുത്തെ മാസ്റ്റർ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. ഹാർബർ മാസ്റ്റേഴ്സ് ഉണ്ട്, അവർ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്തുള്ള എൻട്രൻസ് ഉള്ളൂ. കാരണം അതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. നമുക്ക് ഇനി എന്തായാലും സീ ലൈനെ കാണാം. ഒരുപാട് സീ ലൈനൊന്നുമില്ല, നമുക്ക് സീ ലൈനെ കാണാം. കുറച്ച് പേർക്ക് അറിയാമായിരിക്കും സീ ലൈൻ എന്താണെന്ന്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഈ ആ കാണുന്ന അങ്ങോട്ടേക്കാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ടൂറ് പോകുന്നത്. ഒരുപാട് ഇവിടെ വരുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ വരുന്ന ടൂറിൻ്റെത് ഒരുപാട് ആൾക്കാർ പോയി കാണുന്നൊരു സ്ഥലം തന്നെയാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ പോയപ്പോഴത്തേക്കും ഇതേ സെയിം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അന്ന് വീഡിയോ കാര്യങ്ങളോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ. ഇനി എന്തായാലും പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായി. ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്നതാണ് സീ ലൈൻ കാണാൻ പോകുന്ന, ഞാൻ പറഞ്ഞില്ലേ ആ സീ ലൈൻ കാണാൻ പോകുന്ന അങ്ങോട്ടേക്കുള്ള ഇതാണ്. ആ പ്രൈവറ്റ് ഏരിയ ആണ് നമ്മൾ കാണുന്നത്. ഒരുപാട് സീ ലൈൻ ഒന്നുമില്ല. ആ കാണുന്നതാണ് സീ ലൈൻ. സീ ലൈൻ എന്ന് വെച്ചാൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഞാൻ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടല്ല, സെക്കൻഡ് ടൈമാണ് കാണുന്നത്. ഞാൻ ഇതിനു മുന്നേ വന്നപ്പോൾ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെയധികം കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ സീ ലൈനുള്ള ഏരിയ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോഴത്തേക്ക് മറ്റ് വെസൽസിന് ഇങ്ങോട്ട് എൻട്രൻസ് വളരെയധികം ലിമിറ്റഡ് ആണ്. സോ അത് ലീഗലി എന്തെങ്കിലും പ്രോബ്ലംസോ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അങ്ങനെ. ഞാൻ ഇന്ന് എന്തായാലും അത്ര വലിയ ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങോട്ടും ഒന്നും പോകുന്നില്ല. ഞാൻ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ കാണിക്കാമെന്നും പറഞ്ഞു വന്നതാ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആണ് അത്. അപ്പോഴത്തേക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.